പരീക്ഷണത്തിന് ഒരാൾ എൻ്റെ ഫ്രണ്ട് തന്ന ഒരു കഷ്ടമാണ്. ഞാൻ പരീക്ഷണം നടത്തുന്ന പല പരീക്ഷണങ്ങളും ഞാൻ ഇത് വെച്ച് നടത്താറുണ്ട്. നാളെ തിരുവനന്തപുരം കൊണ്ടുപോയി ടെസ്റ്റിങ്ങിന് നിർത്തിയപ്പോൾ ജിയോളജിക്കലിൻ്റെ ആൾക്കാർ പറഞ്ഞ് ഇതൊന്ന് 1 ഗ്രാം എടുത്തിട്ട് വേറെ ടെസ്റ്റിൻ്റെ ലാബിൽ പോയപ്പോൾ അവരും അങ്ങനെ പറഞ്ഞു 1 ഗ്രാം എടുക്കണം, അത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എടുത്തിട്ട് അത് കെമിക്കൽ ടെസ്റ്റ് ആസിഡ് വെച്ചിട്ടുള്ള കെമിക്കൽ ടെസ്റ്റ് നടത്തണം, എന്നാലേ എനിക്ക് അതിൻ്റെ മൂലകങ്ങൾ ഉള്ളത് PDF നഷ്ടമായി. അത് ഒറിജിനൽ ആധികാരികമായിട്ടുള്ള ഓഫീസിൽ നിന്ന് എടുത്ത മൂലകങ്ങളിന്. അപ്പം ഈ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പരീക്ഷണങ്ങൾ ഇത് വെച്ചിട്ട് നടത്തലുണ്ട്. അതിന്നും പരീക്ഷണം നടത്തുമ്പോൾ കിട്ടിയൊരു സ്റ്റോണത് കിട്ടൂല, അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് വെച്ച് ധാരാളം പരീക്ഷണങ്ങൾ ഞാൻ നടത്തലുണ്ട്. നല്ല ആകർഷിക്കുന്നുണ്ട്. കാന്തോ നമ്മൾ വീഡിയോയിൽ അങ്ങനെ കാണൂല, നമുക്ക് ശക്തി അനുഭവപ്പെടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുമ്പോൾ കാന്തം ആകർഷിക്കുന്ന ശക്തി ഉണ്ടാവില്ലോ, ഒരു പ്രകമ്പന മാതിരി, ഒരു വിറയൽ മാതിരി, അത് നല്ലോണ്ട് ഇതിലുണ്ട്. അപ്പം ഇതാണ് കാന്തം. പിന്നെ ഇത് വെച്ചാൽ ശരിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇത് നമ്മളെ വാച്ചിൻ്റെ ചാർജർ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, കവറിലിട്ടിട്ടും കൂടി അത്രയും വലിയ ശക്തിയാണ്. ഇതൊക്കെ ഓരോ ശാസ്ത്രലോകത്തിൻ്റെ ഓരോ, നമ്മളെ ശാസ്ത്രലോകം വല്ലാത്ത പുരോഗമിച്ചത്. 2013 ഞാൻ വാനനിരീക്ഷണം നടത്തുന്ന ആളാണ്. 2013 ഏപ്രിൽ 13 രാത്രി 12 മണിക്ക് കൃത്യം ഒരു വാൽനക്ഷത്രം പോയിട്ടായിരുന്നു. ഞാനും മോനും അന്ന് വീടിന് മുകളിൽ ഉണ്ടാക്കിയിട്ടില്ല, സ്ലോപ്പ് വാർപ്പാണ്. മുകളിൽ കയറി. അപ്പോൾ ഹസ്ബൻഡ് ചീത്ത പറഞ്ഞു, ഇനി എന്തിനാ കുറേ നേരമായില്ലേ, 12 മണിയായില്ലേ, ഇങ്ങോട്ട് പോരി. അപ്പോൾ കൃത്യം 12 മണിക്കാണ് ഹസ്ബൻഡ് വിളിക്കുന്നത്. അങ്ങനെ ഞാനും മോനും കൂടി ഇറങ്ങാൻ എത്തുന്നത്. ഈ പച്ച കളറും വയലറ്റ് എല്ലാം കൂടി കളറിൽ തിളങ്ങുന്ന ഈ പ്രകാശവർഷത്തിലാണല്ലോ കണക്കുള്ളത്. എത്രയോ പ്രകാശവർഷത്തിൽ അങ്ങോട്ട് പോവാം. ഒരു സെക്കൻഡ് അന്നൊന്നും അങ്ങനെ വീഡിയോ എല്ലാം ഒന്നുമില്ല എടുക്കാൻ. ഒരു കണ്ണ് തുറക്കുന്ന നേരം കൊണ്ട്, ഞാൻ പറയുന്ന സമയം കൊണ്ട് കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് ഒറ്റപ്പൊക്ക. അത് കാണാൻ കഴിഞ്ഞ ഒരു ഭാഗ്യം. അത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മാഷുണ്ട്, സുരേന്ദ്രൻ പുന്നശ്ശേരി മാഷ്. ഉപ്പര് നക്ഷത്രത്തിനൊക്കെ ഒരു മാനനിരീക്ഷണം നടത്തുന്ന ആളാണ്, ടെലിസ്കോപ്പൊക്കെ വെച്ച്. ഉപ്പരിൻ്റെ അടുത്ത് സംഭവം പറഞ്ഞ് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയി നിന്നാ. മോൻ പറഞ്ഞ അന്ന് മോനൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ഞാനും വരെ കാണാൻ. മോനും കൂടി വന്ന്. ഇപ്പം മോന് തിരക്കാണ്. അതാണ് ഈ ശാസ്ത്രലോകം എന്ന് പറഞ്ഞാൽ. അത്രയും വലിയ പറഞ്ഞ കൃത്യത്തിന് തന്നെ ആ സംഭവം വരും. അത്